ഇതാണ് നമുക്ക് ഗ്രാനൈറ്റ് കട്ട് ചെയ്യുന്നത്. ഇങ്ങനെയാണ് ഗ്രാനൈറ്റ് കട്ട് ചെയ്യുന്നത്. വാട്ടർ കട്ടിംഗ് ആണ്, നമുക്ക് കാണാം. ഇങ്ങനെയാണ് മെറ്റീരിയൽ കട്ട് ചെയ്യുന്നത്. മൾട്ടി കട്ടറിലാണ് നമ്മളിത് കട്ട് ചെയ്യുന്നത്. മൾട്ടി കട്ടറിൽ കട്ട് ചെയ്ത് നമുക്ക് ഒരേ തിക്നെസ്സിൽ നമുക്ക് മെറ്റീരിയൽ കിട്ടും. ശേഷം ആ മെഷീൻ കട്ട് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഈ ഒരു മോഡലിൽ വരും. ഇതിനെ നമ്മൾ ഓരോ പീസായിട്ട് പിന്നെ നമ്മൾ എടുത്താണ് പോളിഷ് ചെയ്യുന്നത്. നമുക്കിപ്പോൾ ഗ്രാനൈറ്റ് വരുന്ന ലോട്ടാണിത്. ഒരു ബ്ലോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്ര ആയിരിക്കും ഒരു ബ്ലോക്ക് വരുന്നത്. ഈ ഒരു ബ്ലോക്കിനെ നമ്മൾ രണ്ടായിട്ട് കട്ട് ചെയ്തേക്കുന്ന പീസാണ് അപ്പുറത്ത് കാണുന്നത്. ഇത് നമ്മൾ കട്ട് ചെയ്യുന്ന പ്രോസസ്സിംഗ് ആണ് നമ്മൾ അങ്ങ് അറ്റത്ത് കാണുന്നത്. അവിടെ ഒരു കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, നമുക്ക് കാണിച്ചു തരാം. അത് കട്ട് ചെയ്തിട്ട് നേരെ പോയി ഇങ്ങോട്ട് കയറും, കട്ടറിലേക്ക് കയറും. ഗ്രാനൈറ്റ് ഇടുമ്പോൾ നമ്മൾ എപ്പോഴും ഈ ഒരു പോളിഷ് കാര്യങ്ങൾ നോക്കി വൃത്തിയുള്ള മെറ്റീരിയൽ, നല്ല ലോട്ട്, നല്ല ഡിസൈൻസ് നോക്കി വേണം ഇടാൻ. ഇതുപോലെ പൊരിഞ്ഞളകുവാണ്, കണ്ടോ? ഇത് കണ്ടോ? ഇതുമായിട്ട് ഏകദേശം സാമ്യമുള്ള മെറ്റീരിയലാണ്, കണ്ടോ? ഈ ഒരു ഡിസൈൻ പാറ്റേൺ വെച്ചിട്ട്. അപ്പൊ ഇത് ആളുകളെ ഒരുപാട് പേര് കബളിപ്പിക്കുന്നുണ്ട്. ഇത് കൊപ്പം എന്ന് പറഞ്ഞ മെറ്റീരിയലാണ്. ഈ കൊപ്പത്തിന് അത്യാവശ്യം, കൊപ്പത്തിന്റെ ഫ്രഷിന് ഏകദേശം 65 രൂപ വില ഉണ്ടെങ്കിൽ ഇതിനൊരു 40 രൂപ റേറ്റേ ഉള്ളൂ. കാരണം ഇത് ചെറിയ പീസുകളാണ്. ഇത് വലിയ പീസാണ്. ഇതാണെങ്കിൽ 52 രൂപ റേറ്റ് ആണ് വരുന്നത്. 52 രൂപ റേറ്റ്. കാരണം ഇതിനകത്ത് ഇത് കണ്ടോ, ഒരു വേരിയേഷൻ കണ്ടോ? ഇത് ക്രാക്കല്ല, നമ്മൾ തൊട്ട് കഴിഞ്ഞാൽ ഇതിൽ ക്രാക്കില്ല. ഇതിൻ്റെ കൂടെ നമ്മൾ വർക്ക് ഓൾ കേരള എല്ലായിടത്തും നമ്മൾ വർക്ക് ചെയ്യുന്നുണ്ട്. പെർ സ്ക്വയർ ഫീറ്റ് 26 രൂപ റേറ്റിലാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. 26 രൂപ റേറ്റിൽ നമ്മൾ വർക്ക് ചെയ്യുന്നുണ്ട്. സൈഡ് ഒട്ടിക്കുന്നതിന് 26 രൂപ, അത് ഉരുട്ടുന്നതിന് 40 രൂപ. നമ്മൾ വീഡിയോയിൽ ഫുള്ളായിട്ട് നമ്മൾ അതിൻ്റെ ഡീറ്റെയിൽ, ഇതെങ്ങനെയാണ് റേറ്റ് വരുന്നത്, എല്ലാ A to Z നമ്മൾ പറയുന്നുണ്ട്. വ്യക്തമായി ക്ലിയർ ആയി നമ്മൾ എഴുതി പറയുന്നുണ്ട്. പോളിഷുള്ള നല്ല മെറ്റീരിയൽ, ലേബർ പ്ലസ് മെറ്റീരിയൽ നമുക്കൊരു 1000 സ്ക്വയർ ഫീറ്റ് 1 ലക്ഷം രൂപയ്ക്ക് ചെയ്തു കൊടുക്കും. നിങ്ങൾ മെറ്റീരിയൽ അവിടെ എത്തിക്കും, ലേബറും ചെയ്തു. മെറ്റീരിയൽ അവിടെ എത്തിക്കും, ലേബറും ചെയ്യും. എക്സ്ട്രാ വരുന്നത് ഈ പറയുന്ന അൺലോഡിങ്ങിന്റെ കോസ്റ്റും, അതുപോലെ തന്നെ നമുക്ക് ഈ എക്സ്ട്രാ വരുന്ന സിമന്റ് എംസാൻഡ് നിങ്ങൾ മേടിച്ച് കൊടുക്കേണ്ടി വരും. നിങ്ങൾ ഒരുപാട് വട്ടം ചോദിച്ചുകൊണ്ട് ഞാൻ പറയാം, കുറഞ്ഞ റേറ്റിൽ മെറ്റീരിയൽ ഉണ്ടോ എന്ന് ചെയ്തു കൊടുക്കാനൊക്കെ ഉണ്ട്. 1,20,000 അല്ലെ 25,000 രൂപയ്ക്ക് ഈ ഒരു മെറ്റീരിയൽ 1000 സ്ക്വയർ ഫീറ്റ് നിങ്ങളെ സൈറ്റിൽ കൊണ്ടുവന്ന് നമ്മൾ ചെയ്തു തരാം. അപ്പം ഇത് കണ്ടോ, ഇതാണ് ഹിമാലയ, ഇതുണ്ടോ വേണ്ട, ബോഷ് പാരഡൈസ് എന്ന് പറയുന്ന മെറ്റീരിയലാണിത്. ഇതുമായിട്ട് ഏകദേശം സാമ്യമുള്ള മെറ്റീരിയലാണ്, കണ്ടോ? ഈ ഒരു ഡിസൈൻ പാറ്റേൺ വെച്ചിട്ട്. അപ്പൊ ഇത് ആളുകളെ ഒരുപാട് പേര് കബളിപ്പിക്കുന്നുണ്ട്. ഇതൊരു 65, 70, 75 രൂപ റേറ്റ് വരെ മാക്സിമം വരുന്ന മെറ്റീരിയലിന് ഇവിടെ തന്നെ 95 രൂപ റേറ്റ് പറഞ്ഞ ആൾക്കാർ ഹിമാലയൻ ബ്ലൂ എന്നുള്ള പേര് മാറ്റി ഹിമാലയൻ പിങ്ക്, ഹിമാലയൻ ബ്രൗൺ എന്നൊക്കെ പറഞ്ഞ് കൊടുക്കുന്നുണ്ട്. പക്ഷെ ആ മെറ്റീരിയൽ കംപ്ലൈന്റ് വരും. അത് കംപ്ലൈന്റ് വന്നിട്ടുള്ള ഫോട്ടോസ് വേണമെങ്കിൽ നമുക്ക് കസ്റ്റമർ അയച്ചു തന്നിട്ടുണ്ട്. അത് ഞാൻ ഡയറക്റ്റ്ലി നിങ്ങൾക്ക് കാണിച്ചു തരാം. അയച്ചു തന്നേക്കുന്നതാണ്. ഇതുപോലെ പൊരിഞ്ഞളകുവാണ്, കണ്ടോ? ഇത് കണ്ടോ? ഇതൊക്കെ ഇട്ട് കഴിഞ്ഞ ഹാളിലാണ്, മെയിൻ ഹാളിലാണ്, ഒന്നും ചെയ്യാൻ പറ്റില്ല. കണ്ടോ? ഇത് തമിഴ്നാട് മെറ്റീരിയലാണ്. അപ്പൊ ദൈവത്തെ ഓർത്ത് ആരും ഗ്രാനൈറ്റ് എടുക്കാൻ വന്നിട്ട് തമിഴ്നാട് മെറ്റീരിയൽ ചോദിച്ച് ഹിമാലയൻ ബ്ലൂവിന്റെ മോഡൽ കണ്ടിട്ട് തമിഴ്നാടിന്റെ കല്ലുകൾ പോയി എടുത്ത് കംപ്ലൈന്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് അതിലൊരു ഉത്തരവാദിത്വം ഇല്ല. അതുപോലെ തന്നെ നമ്മൾ നീളം പിടിക്കുന്ന സമയത്ത് നമ്മൾ ലോക്ക് ചെയ്യുക. നമ്മൾ ആദ്യമേ ഇത് കോർണർ അല്ല സെയിം കട്ടിങ് തന്നെയാണോ നോക്കുക. ചിലത് കട്ട് ചെയ്യുന്ന സമയത്ത് ക്രോസ് കട്ടിങ് ഒക്കെ വരും. ഇവിടെ ഒരു ക്രാക്ക് ഉണ്ട്, നിങ്ങൾ അതിനിപ്പുറം വെച്ച് നമ്മൾ പിടിക്കത്തുള്ളൂ. അതിപ്പോ എല്ലായിടത്തും അങ്ങനെ തന്നെയാണ്. അതുപോലെ തന്നെ നമ്മളിപ്പം ഇവിടുന്ന് വിട്ടളവ് കൊടുക്കുന്ന സമയത്ത് നമ്മളിപ്പോ നീളത്തിൽ പിടിക്കുകയാണ്. അപ്പൊ നീളം പിടിക്കുമ്പോൾ മുകളിലും താഴെയും നമ്മൾ പിടിച്ചു നോക്കുക. അതിനുശേഷം നീളം പിടിക്കുക. 121, നമ്മളിവിടെ 119 ഇടുള്ളൂ. മാക്സിമം നമ്മൾ 2 ഇഞ്ച്, ചില മെറ്റീരിയലുകളിൽ നമ്മൾ 2 ഇഞ്ച് വിട്ട് കൊടുക്കും. നീളത്തിൽ നമ്മൾ 2 ഇഞ്ച് വിട്ട് കൊടുക്കും, വീതിയിൽ 1 ഇഞ്ച് വിട്ട് കൊടുക്കും. ചില മെറ്റീരിയലിൽ 1 ഇഞ്ച് തന്നെ വിടുള്ളൂ. കാരണം മെറ്റീരിയലിന്റെ ലഭ്യത അനുസരിച്ചിട്ട് നമ്മൾ അത്യാവശ്യം നമുക്ക് കുഴപ്പമില്ലാതെ വരുന്നതാണെങ്കിൽ നമ്മൾ അതനുസരിച്ച് തന്നെ വിട്ട് കൊടുക്കും. അപ്പൊ നമുക്ക് ഈ പറയുന്ന ഹിമാലയൻ ബ്ലൂ തന്നെ വില കുറച്ച് കൊടുക്കാം. നമുക്കൊരു 70 രൂപയ്ക്ക് ഇവിടെ കൊടുക്കാം. പക്ഷേ ഇത് കണ്ടോ, ഇതിൻ്റെ അകത്ത് ഇത് കണ്ടോ, ഫിഷർ ക്രാക്കുകളുണ്ട്. ഇത് കണ്ടോ, ചെറിയ ക്രാക്ക്. ഈ ക്രാക്കൊന്നും നമുക്ക് വിടാൻ പറ്റില്ല. അതുപോലെ തന്നെ ഇത് കണ്ടോ, ഇതിൻ്റെ അകത്ത് ധാരാളം വെള്ളാരം കല്ലിന്റെ അംശങ്ങൾ വന്നിട്ടുണ്ട്. ഇനി ആൾക്കാർ പറയും ഇത് വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ അറിയാൻ പറ്റുമെന്ന് പറയും. ഈ വെള്ളം ഒഴിച്ച് അറിയാൻ പറ്റുമെന്ന് പറയുന്നവർക്ക് ഡയറക്റ്റ് ഞാൻ കാണിച്ചു തരാം. ഉദാഹരണം ജസ്റ്റ് ഇച്ചിരി തുപ്പലിട്ടൊന്ന് തൊട്ട് കാണിച്ചു തരാം. ഇത് നോക്കിക്കോ, കണ്ടോ, ഇത് നല്ലപോലെ നോക്കിക്കോ. ഈ ക്രാക്ക് ലൈറ്റ്ലി ഒരു ക്രാക്കാണ്, കാണാൻ പറ്റുന്നുണ്ടോ? ക്യാമറയിൽ എത്രത്തോളം കാണാൻ അറിയില്ല, കാണുന്നുണ്ടോ? എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പൊ ഇതിൽ നമ്മൾ ഇതുണ്ടോ, നമ്മൾ ജസ്റ്റ് ഒരു തുപ്പലോട്ട് നോക്കിക്കഴിഞ്ഞാൽ പിന്നെ ക്രാക്കില്ല, മനസ്സിലായോ? പക്ഷെ ഇത് വിരിയും. ഇതെങ്ങനെയാന്ന് വെച്ചാൽ നമ്മൾ വിരിക്കുന്ന സമയത്ത് സിമെന്റ് ഇതിൻ്റെ അകത്ത് കയറിയിട്ട് ഇത് ഓപ്പൺ ആകും. അപ്പം അത് അന്നേരം നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ. അപ്പൊ ഇങ്ങനെയുള്ള മെറ്റീരിയൽ റേറ്റ് കുറവിൽ കിട്ടുമ്പോൾ അത് ശ്രദ്ധിച്ച് മാത്രം എടുക്കുക. ഇത് എക്സ്പോർട്ട് ക്വാളിറ്റി മെറ്റീരിയൽ ഉണ്ട്. ഈ പറയുന്ന കണക്ക് പോളിഷിങ്ങും കാര്യങ്ങളും എല്ലാം സെയിമാണ്. പക്ഷേ മെറ്റീരിയലിൽ വരുന്ന ഡിഫക്റ്റ് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഡിഫക്റ്റ് ഉണ്ടെങ്കിൽ ഈ മെറ്റീരിയൽ റേറ്റ് കുറവിലും കിട്ടും. അതുപോലെ തന്നെ നമുക്ക് അടുത്ത വേറൊരു മെറ്റീരിയലാണ് ഇത് ഹിമാലയൻ ബ്രൗൺ. കുറച്ചും കൂടെ ഒരു ഇതിൽ ശകല എപ്പോക്സി കയറ്റിയിരിക്കുന്നതാണ്. നമുക്ക് മണ്ടയിൽ കാണുമ്പോൾ അറിയാം. ഹിമാലയത്തിൽ തന്നെ
ഈ ഒരു ശകല ഒരു ബ്രൗണിഷ് എപ്പോക്സി കയറ്റി വരുന്നുണ്ട്. ഇത് ഒരു ബ്രൗണിഷ് കൂടുതൽ, ഒരു അട്രാക്ഷൻ കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇത് ഇങ്ങനെ ഈ രണ്ട് മെറ്റീരിയൽ മാത്രമേ ഹിമാലയൻ ബ്ലൂവിൻ്റെ അകത്ത് വരുന്നുള്ളൂ. ഈ പോകുന്നത് ഫോറസ്റ്റ് ബ്ലാക്ക് എന്ന് പറയുന്ന മെറ്റീരിയലാണ്. ഇതിപ്പം ഫോറസ്റ്റ് ബ്ലാക്ക് എന്ന് പറഞ്ഞ മെറ്റീരിയലാണ്. ഇതിപ്പോൾ നമ്മൾ എപ്പോക്സി കോട്ട് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ഇതിന്റെ ഫൈനൽ സ്റ്റേജ് വരുമ്പോഴത്തേക്കും ഇതുണ്ടോ, ഇതാണ് ഇതിന്റെ ഫൈനൽ സ്റ്റേജ്. ഇതാണ്ടോ ഇരിക്കുന്നുണ്ടോ, ഇതിപ്പോൾ പോളിഷ് ചെയ്ത് വെച്ചേക്കുവാണ്. ഇതിപ്പോൾ മെഷർമെന്റ് കഴിഞ്ഞിരിക്കുന്നതാണ്. ഇത് ഫോറസ്റ്റ് ബ്ലാക്ക് എന്ന് പറഞ്ഞ മെറ്റീരിയലാണ്. ഇതിന് അത്യാവശ്യം ഇത് എക്സ്പോർട്ട് ക്വാളിറ്റിയാണ്. ബാക്കിൽ ഇതുണ്ടോ മെഷൊക്കെ ചെയ്ത് നമ്മളിത് പുറം രാജ്യത്തേക്ക് നമ്മളിത് എക്സ്പോർട്ട് ചെയ്യുന്ന മെറ്റീരിയലാണ്. ഇത് അത്യാവശ്യം ഏകദേശം നമുക്ക് 195 രൂപ ഇവിടെ വില വരുന്നുണ്ട്. പക്ഷെ ഇതിന്റെ രാജസ്ഥാൻ്റെ തന്നെ ഇതിന്റെ സെയിം മോഡൽ വരുന്നുണ്ട്. അത് നമുക്ക് 100 രൂപയ്ക്ക് താഴെ റേറ്റിൽ നമുക്ക് ഇവിടെ കൊടുക്കാൻ പറ്റും. അതുപോലെ തന്നെ സ്ട്രോബെറി പിങ്ക് എന്ന് പറയുന്ന ഒരു മെറ്റീരിയലാണ്. അത്യാവശ്യം നല്ല ഹാർഡ് മെറ്റീരിയലാണ്, നല്ല ഹാർഡ് സ്ട്രോങ് മെറ്റീരിയലാണ്. ഏകദേശം 125 രൂപ നമുക്ക് റേറ്റ് നമുക്ക് ഇവിടെ വരുന്നുണ്ട്. ഈ മെറ്റീരിയൽ ഒരു രീതിയിലുള്ള കംപ്ലൈന്റോ കാര്യങ്ങളോ ഫിഷർ ക്രാക്കോ ഒന്നും തന്നെ വരാത്തൊരു മെറ്റീരിയലാണ്. നല്ല ഇതാണ് ദൂണ്ട് വേണ്ടേ ആ കട്ട് ചെയ്ത് ആ ലോട്ട് നമ്മൾ ഇവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്. അതിൽ നിന്ന് ഓരോ പീസ് ടു പീസായിട്ട് എടുത്ത് ഡ്രിമ്മിങ് കഴിഞ്ഞതിന് ശേഷം പോളിഷിങ് കഴിഞ്ഞിട്ട് ലാസ്റ്റ് സ്റ്റേജ് ഈ ഒരു സ്റ്റേജിൽ വന്നു വയ്ക്കും. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ നമുക്ക് എൻക്വയറി വരുന്നൊരു മെറ്റീരിയൽ ആയിരുന്നു ഇത്. ഏഷ്യൻ ടോപ്പിന്റെ മെറ്റീരിയലാണ്. ഏഷ്യൻ ടോപ്പ്. ആ, ഇതും അത്യാവശ്യം നല്ല അടിപൊളി മെറ്റീരിയലാണ്. ഇതുവരെ കംപ്ലൈന്റോ കാര്യങ്ങളോ ഒന്നും വരാത്ത മെറ്റീരിയലാണ്. പിന്നെ ഹിമാലയൻ ബ്ലൂവിന്റെ തന്നെ ലൈറ്റ് ഡിസൈൻ ആണിത്. ഹിമാലയൻ ബ്ലൂവിന്റെ ലൈറ്റ് ഡിസൈൻ ആണ്. ഇതേപോലെ പാറ്റേൺ വേവ്സ് ഉള്ള മെറ്റീരിയൽ നിങ്ങൾ ഏതെടുത്താലും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇത് കണ്ടോ, ഇതുമേലെ ഫിഷർ ക്രാക്കുകൾ ധാരാളമാണ്. ഇത് കണ്ടോ, നിങ്ങൾ നേരത്തെ ചോദിച്ചില്ലായിരുന്നു റേറ്റ് കുറയ്ക്കുന്ന കാര്യം ചോദിച്ചില്ലേ. അപ്പം ഇത് അത്യാവശ്യം കോസ്റ്റ്ലി മെറ്റീരിയലാണ്. ഏകദേശം 180, 190 ഒക്കെ റേറ്റ് വരുന്ന മെറ്റീരിയലാണ്. ഇതേ മെറ്റീരിയൽ തന്നെ 150-നും 140-നും 135-നും കിട്ടും. ഇത് കണ്ടോ, ഇതിന്റെ സെന്ററിൽ ഒരു ക്രാക്കാണ് ഈ വരുന്നത്. ഇതിപ്പം നിങ്ങൾക്ക് അറിയാൻ പറ്റുമോ? ഇതുണ്ടോ, ഇത് കാണാൻ പറ്റുന്നുണ്ടോ? ഇതിന്റെ സെന്ററിൽ കൂടെ ഒരു ക്രാക്കാണ് വരുന്നത്. അപ്പൊ ഇത് കണ്ടോ, ആ ഒരു പീസിനുണ്ട്, ഈ ഒരു പീസിനുണ്ട്. ഇതെല്ലാം ഈ ഒരു ലോട്ടിൽ വരുന്ന അത്യാവശ്യമുള്ള പീസുകൾക്ക് മൊത്തം ഈ ഒരു ക്രാക്ക് വരും. അപ്പം ഈ ഒരു ക്രാക്ക് വരുന്ന സമയത്താണ് ഇതിന്റെ കണ്ടോ ആ മൂലയ്ക്കുണ്ട് ക്രാക്ക്. ഇതുണ്ടോ, അതിന്റെ ഈ ഒരു കോർണറിൽ ക്രാക്കാണ്. അപ്പൊ ഇങ്ങനെ വരുന്ന മെറ്റീരിയലിന് ട്രീറ്റ്മെന്റ് ചെയ്യാൻ പറ്റും. ഇങ്ങനെ വരുന്ന മെറ്റീരിയൽ നമുക്ക് ട്രീറ്റ്മെന്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ക്രാക്ക് ഒരു ഡിസൈൻ പോലെ കാണത്തതേ ഉള്ളൂ. അപ്പൊ ഇങ്ങനെയുള്ള മെറ്റീരിയൽ റേറ്റ് കുറച്ച് കൊടുക്കാം. പക്ഷെ അത് ഓപ്പൺ ചെയ്ത് ഇത് ഇടുന്ന സമയത്ത് ഇതിന് ബുദ്ധിമുട്ടുകൾ വരും. അപ്പൊ അത് റേറ്റ് അങ്ങനെ പറഞ്ഞിട്ടല്ലേ കൊടുക്കും. അത് നമ്മൾ കാണിച്ചു കൊടുക്കും. അത് കസ്റ്റമറിനെ നമ്മൾ കാണിച്ചു കൊടുത്ത് അത് കറക്റ്റായിട്ട് നമ്മൾ കേരളത്തിൽ നിന്ന് വരുന്ന ഏതൊരാളായാലും 500 സ്ക്വയർ ഫീറ്റ് ആയാലും 50,000 ആയാലും 5,000 ആയാലും അത് നമ്മൾ ഓരോന്നും നമ്മൾ അവർക്ക് പറഞ്ഞു കൊടുക്കും. അപ്പൊ ഇതിന്റെ അകത്ത് മറഞ്ഞിരിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് ശ്രദ്ധിച്ചു വേണം നമ്മൾ എടുക്കാൻ വേണ്ടിയിട്ട്. ഇല്ലെങ്കിലാണ് കംപ്ലൈന്റ് വരുന്നത്. നമ്മൾ 50 രൂപയ്ക്ക് 40 രൂപയ്ക്കും 30 രൂപയ്ക്കും ഗ്രാനൈറ്റ് മേടിച്ചിട്ട് കാര്യമില്ല. ഇത് 30 രൂപയ്ക്ക് മേടിച്ചാലും 50 രൂപയ്ക്ക് മേടിച്ചാലും ട്രാൻസ്പോർട്ടേഷൻ, ഇതിടുന്ന സിമന്റ്, എംസാൻഡ്, ഇതിടുന്ന പണിക്കൂലി, ഇതിലൊന്നും ഒരു കോംപ്രമൈസ് ചെയ്യാൻ പറ്റില്ല. ആകെ നമ്മൾ മെറ്റീരിയലാണ് കോംപ്രമൈസ് ചെയ്യുന്നത്. എന്നാൽ റേറ്റ് ഹൈ കൊടുത്ത് നമ്മളെന്താ കൂടിയത് മേടിച്ചാലും അതിലും ഉണ്ട് ഡിഫക്റ്റ്. അപ്പൊ നമ്മൾ മെറ്റീരിയലിന്റെ റേറ്റിലോ കാര്യങ്ങളിലോ മാത്രമല്ല, ഈ ഡിസൈൻ വരുന്ന മെറ്റീരിയൽസ് എല്ലാം നമ്മൾ മാക്സിമം ശ്രദ്ധിച്ച് നോക്കി മാത്രമാണ് എടുക്കേണ്ടത്. അപ്പൊ ഈ ഒരു മെറ്റീരിയലൊക്കെ ഇതൊക്കെ തമിഴ്നാടിന്റെ മെറ്റീരിയലാണ്. ഇപ്പൊ നേരത്തെ ഇപ്പൊ പറഞ്ഞ കണക്ക് ആ ബ്ലാക്കിന്റെ മെറ്റീരിയൽ റേറ്റ് കൂടുതലാണെങ്കിൽ ഈ ഒരു മെറ്റീരിയൽ നമുക്ക് 80 രൂപ റേറ്റ് മാത്രമേ വരുന്നുള്ളൂ. വലിയ വ്യത്യാസം അല്ലേ? പകുതി വിലയെ വരുന്നുള്ളൂ. തമിഴ്നാടിന്റെ മെറ്റീരിയലാണ്. ഏകദേശം 80, കുറച്ചും കൂടെ ഒരു ക്വാളിറ്റി കുറഞ്ഞു കഴിഞ്ഞാൽ 75 രൂപയ്ക്ക് വേണമെങ്കിൽ നമുക്ക് ഇവിടുത്തെ റേറ്റിൽ കൊടുക്കാൻ പറ്റും. അതുപോലെ ലപ്പോത്ര, ലിച്ചി ലപ്പോത്രയാണ്. ഇത് കണ്ടോ, ഇത് കളറാണ്. ഇതിന്റെ മുകളിലൂടെ നോക്കിക്കഴിഞ്ഞാൽ ഇത് ഫുള്ളി കളർഡാണ്. ഈ കളേർഡ് ആയിട്ടുള്ള മെറ്റീരിയലൊക്കെ നമുക്ക് വേണമെങ്കിൽ ഒരു 80-82 രൂപയ്ക്ക് നമുക്ക് ഇവിടെ കൊടുക്കാം. ലൈനർ പോളിഷ് മിഷൻ വരുന്നത് നമ്മളിപ്പോൾ ഹെഡ് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്, ബ്ലേഡ് മാറ്റിക്കൊണ്ടിരിക്കുക. അതുകൊണ്ടാണ് നമുക്ക് വർക്കിംഗ് ആക്കി കാണിക്കാത്തത്. ഇപ്പം നമുക്ക് ഈ ഒരു സ്റ്റേജ് ഇപ്പം നമ്മൾ ഇതുണ്ടോ, നമ്മൾ നേരത്തെ പറഞ്ഞ് നമ്മുടെ സ്ട്രോബെറി പിങ്കിന്റെ മെറ്റീരിയലാണ് ഈ ഇരിക്കുന്നത്. അപ്പൊ ഈ ഒരു മെറ്റീരിയൽ നമ്മൾ പീസ് ടു പീസ് ആയിട്ട് ഇതിനെ എന്ത് ചെയ്യും, ഇതിനെ പൊട്ടിച്ച് വെളിയിലോട്ട് എടുക്കും. പൊട്ടിച്ച് വെളിയിലോട്ട് എടുത്ത് ഈ ഒരു സ്റ്റേജിൽ വെക്കും. അതിനുശേഷം ഇതിനെ എന്ത് ചെയ്യും, അതിനകത്ത് കയറ്റി ഡ്രിം ചെയ്യിപ്പിക്കും. ഡ്രിം ചെയ്ത് അവിടെ പോയി നമ്മൾ എപ്പോക്സി കോട്ടിങ് അല്ലെങ്കിൽ നോർമൽ എപ്പോക്സി, കളർ എപ്പോക്സി അല്ലാത്ത എപ്പോക്സി അടിച്ച് തിരിച്ച് വന്നതിന് ശേഷം വീണ്ടും ഈ ഒരു സ്റ്റേജ് വരും. ഇതുണ്ടോ, ഇതിനകത്ത് നമ്മളിപ്പോൾ ബ്ലാക്ക് മെറ്റീരിയലാണ്. ഇതിനകത്ത് ഇതുണ്ടോ, ഇതിൻ്റെ അത് ഇപ്പം ലൈറ്റ്ലി നോർമൽ എപ്പോക്സിയാണ് ഇതിനകത്ത് ഇപ്പോൾ കൊടുത്തേക്കുന്നത്. ഇനി ഇതിനെ കയറ്റി നേരെ പോളിഷ് ചെയ്യും. ഇതിനെ കയറ്റി പോളിഷ് ചെയ്തിട്ടാണ് വെളിയിൽ ഇത്രയും ഗ്ലോസി ആയിട്ടുള്ള മെറ്റീരിയൽ നമുക്ക് കിട്ടുന്നത്. അപ്പം അതിൻ്റെ ഈ ഒരു മെഷീൻ്റെ അകത്ത് ഈ 12 ഹെഡ് അടിച്ചു വരുമ്പം ഇതിനകത്ത് വന്നേക്ക് എപ്പോക്സി കോട്ടിങ് അല്ലെങ്കിൽ കളർ വന്നേക്കുന്നതെല്ലാം പോകും. ഇതിനകത്ത് കളർ ആഡ്, അതായത് കളർ ആഡ് ചെയ്യാം. അതുപോലെ തന്നെ ട്രാൻസ്പെറൻറ്റും ഉണ്ട്. കളർ ആഡ് ചെയ്യുമ്പോൾ ഒരു 1 mm 2 mm ഇതിലേക്ക് എന്ത് ചെയ്യും, ഇറങ്ങും.
അപ്പൊ കളർ മെറ്റീരിയൽ എല്ലാം ഒരു 2 mm മാത്രമേ ഉള്ളൂ ആ കളർ കിട്ടുന്നത്. അപ്പൊ കളർ മെറ്റീരിയൽ എടുത്തു കഴിഞ്ഞാൽ കൂടി പോയി കഴിഞ്ഞാൽ ഒരു 2 വർഷം 3 വർഷം കഴിയുമ്പോൾ അത് ഫെയ്ഡ് ആവാനുള്ള ചാൻസ് അതുകൊണ്ടാണ് വരുന്നത്. ഇപ്പൊ അതാണ്ട് ഇത് നാച്ചുറൽ സ്റ്റോൺ ആണ്. ഈ നാച്ചുറൽ സ്റ്റോണിൽ തന്നെ നമ്മൾ ചെറിയ രീതിയിൽ, അതായത് മൈന്യൂട്ട് ആയിട്ടുള്ള 10% എപ്പോക്സി, ഇതിപ്പോൾ അടുത്തിരിക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാവും, ഒരു 10% എപ്പോക്സി ചെയ്തേക്കുന്ന സ്റ്റോൺ ആണ് ഇത്. അപ്പൊ ഇത് കുറച്ച് കഴിഞ്ഞ് വെയിലടിച്ച് കഴിയുമ്പോൾ തിരിച്ച് ഈ സ്റ്റേജിലേക്ക് തന്നെ ഇതെന്ത് ചെയ്യും, വെളിയിലായിട്ടേക്കുന്നതെങ്കിൽ തിരിച്ച് ഈ സ്റ്റേജിൽ തന്നെ വരും. ഇത് പിന്നെ നമുക്ക് സ്റ്റോൺ റേറ്റ് കുറവാണ്. ഇങ്ങനെയുള്ള ഒരു സ്റ്റോണിന് മാക്സിമം നമുക്കൊരു 65 രൂപ മാത്രമല്ല 60 രൂപ റേറ്റ്. പിന്നെ വേരിയേഷൻസ് ഒക്കെ ഉണ്ട്. ഇതുണ്ടോ, ഇതിൽ ലൈറ്റ് ആയിട്ടൊരു വേരിയേഷൻസ് ഇങ്ങനെ കാണുന്നുണ്ട്. ഇതുണ്ടോ താഴേക്ക് ഇങ്ങനെയുള്ള വേരിയേഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ വീണ്ടും നമുക്ക് ബ്ലാക്ക് പാച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വീണ്ടും റേറ്റ് ഒരു 5 രൂപ വീണ്ടും കുറേ 55 രൂപ 52 രൂപ ഒക്കെ റേറ്റിൽ നമുക്ക് ഈ ഒരു മെറ്റീരിയൽ കിട്ടും. അപ്പോൾ നമ്മൾ നേരത്തെ കാണിച്ച പോലെ നമ്മൾ ഫാക്ടറിയിൽ അത്രയും വലിയ ലോട്ട് കൊണ്ടുവന്ന് ഇതിനെ കട്ട് ചെയ്ത് ഇതിനെ പോളിഷ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഇവിടെ കൊണ്ടുവന്നതിന് ശേഷം മാത്രമേ നമുക്ക് അറിയുള്ളൂ ഇതിൽ ക്രാക്ക് ഉണ്ടോ. നമ്മൾ നേരത്തെ കാണിച്ച് ക്രാക്കോ ആണോ ഇല്ലയോ എന്ന്. ഇങ്ങനെ ക്രാക്ക് വരുന്ന മെറ്റീരിയൽ നമ്മളെ സംബന്ധിച്ച് നമ്മൾ എന്ത് ചെയ്യും, ഇതിന് കട്ട് ചെയ്ത് ചെറിയ ചെറിയ പീസുകളാക്കി മാറ്റി പോളിഷ് ചെയ്ത് നമ്മൾ അതെ ആ ക്രാക്ക് ഒഴിവാക്കുക. അപ്പം 10 ലോട്ട് നമുക്ക് വരുവാണ് എങ്കിൽ അതിൻ്റെ അകത്ത് നമുക്ക് മാക്സിമം ഒരു 3-4 ലോട്ട് മാത്രമേ ഫ്രഷ് കിട്ടത്തുള്ളൂ. ബാക്കി മുഴുവനും നമുക്ക് ഇതുപോലുള്ള ഇതുണ്ടോ, ഇത്രയും കട്ടിങ് ആണ്, നമുക്ക് ഇത്രയും ചെറിയ ചെറിയ പീസുകൾ നമുക്ക് വേസ്റ്റ് പോവാണ്. അപ്പോൾ നമ്മൾ ഈ എടുക്കുന്ന ബ്ലോക്കുകളെല്ലാം ഒരേ റേറ്റിലാണ് എടുക്കുന്നത്. നമുക്ക് ക്രാക്ക് ആണെന്ന് പറഞ്ഞ് നമ്മൾ ബ്ലോക്ക് നമ്മൾ പർച്ചേസ് ചെയ്യില്ല. അപ്പം നമുക്ക് വരുന്ന ബ്ലോക്കിൽ 10ൽ 10 നല്ല ഫ്രഷ് ആണെങ്കിൽ നമുക്ക് റേറ്റ് കുറച്ച് കൊടുക്കാം. അപ്പോൾ നിങ്ങൾ തന്നെ കാണുന്നുണ്ട് റേറ്റുള്ള മെറ്റീരിയൽസിന്റെ അവസ്ഥ. ബാക്കി പിന്നാമ്പറം നിങ്ങൾ തന്നെ കാണുന്നുണ്ട്. 200 കൊടുക്കുന്ന സാധനമായിരിക്കും. 200 കണക്ക് കൊടുക്കുന്ന ഇതാണ്ടോ മെഷ് ചെയ്ത് വെച്ചേക്കുന്നത്. ഇതാണ്ടോ പിന്നെ പുറകിലും ഇതുണ്ടോ മെഷ് ഒട്ടിച്ചേക്കുവാണ്. ഇതുണ്ടോ ഇതെല്ലാം എക്സ്പോർട്ട് ക്വാളിറ്റി മെറ്റീരിയലാണ്. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, ഇതിൽ ക്രാക്ക് വരുന്ന മെറ്റീരിയൽ ഞങ്ങൾ ഇങ്ങനെ മാറ്റി വെക്കും. ആവശ്യമുള്ളവർക്ക് നമ്മൾ എന്ത് ചെയ്യും, കൊമേഴ്ഷ്യൽ റേറ്റിൽ തന്നെ നമ്മൾ ഈ മെറ്റീരിയൽ കൊടുക്കും. പക്ഷേ ഇതിപ്പോൾ ഈ നിങ്ങൾ നാളെ വന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാണും. ഒരാഴ്ച കഴിഞ്ഞാൽ 10 ദിവസം കഴിഞ്ഞാൽ വന്നിട്ട് നമ്മൾ 50 രൂപയ്ക്കുള്ള മെറ്റീരിയൽ ഉണ്ടോ എന്ന് ചോദിച്ചാൽ കിട്ടില്ല. ഇതൊക്കെ കുറച്ച് വില കൂടിയതാണെന്ന് തോന്നുന്നു അല്ലേ? ഇത് അത്യാവശ്യം റേറ്റ് കൂടിയ മെറ്റീരിയലാണ്. ഇത് വിസ്കോൺ വൈറ്റ് ആണ്. ഇത് ബുക്ക് മാച്ച് മെറ്റീരിയലാണ്. ഫുള്ളി ബുക്കാണ്. അതായത് രണ്ട് മെറ്റീരിയൽ ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ ബുക്ക് പാറ്റേൺ കിട്ടുന്ന മെറ്റീരിയലാണ്. ഇത് ഫുള്ളി നാച്ചുറൽ മെറ്റീരിയലാണ്. 100% നമുക്ക് നാച്ചുറൽ ആണോ തിരിച്ചറിയാൻ വേണ്ടി നമുക്ക് സൈഡിൽ ഇതിൽ കളറൊന്നും ആഡ് ചെയ്തിട്ടില്ല. ഇല്ല. ഇതുണ്ടോ സൈഡിൽ നമ്മൾ ഇച്ചിരി വെള്ളം ഒഴിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇതുണ്ടോ ഫുള്ളി നാച്ചുറൽ ആണ്. കണ്ടോ 100% നാച്ചുറൽ മെറ്റീരിയലാണ് ഈ ഒരു വരുന്ന ലോട്ട്. ഇവിടെ കളർ മറ്റേ കളർ വരുന്നുണ്ട്. ഇത് നമുക്ക് സ്ക്വയർ ഫീറ്റിന്റെ പുറത്ത് ഏകദേശം ഒരു 105 രൂപ ഇവിടുത്തെ വില വരുന്ന മെറ്റീരിയലാണ്. ബുക്ക് മാച്ചിൽ ഫുൾ ക്വാളിറ്റി മെറ്റീരിയലാണ് ഈ ഒരു മെറ്റീരിയൽ വരുന്നത്. ഇതിന്റെ തന്നെ നമുക്ക് വേറൊരു മെറ്റീരിയൽ വരുന്നുണ്ട്. ഏകദേശം സ്ക്വയർ ഫീറ്റിന്റെ പുറത്ത് നമുക്ക് 95 രൂപ റേറ്റ് മാത്രമാണ് ഇവിടെ വരുന്നത്. ഇത് ആന്ധ്രയുടെ തന്നെ മെറ്റീരിയലാണ്. ഫുള്ളി നാച്ചുറൽ ആണ്. 100% നാച്ചുറൽ മെറ്റീരിയലാണ്. വേണ്ടേ ഫുള്ള് സെയിം ടു സെയിം കിട്ടും. നമുക്ക് സൈഡെല്ലാം ഉരുട്ടി കഴിഞ്ഞാൽ ഒരു വേരിയേഷനോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ ഫുൾ നാച്ചുറൽ ആയിട്ടുള്ള മെറ്റീരിയൽ തന്നെയാണ്. പിന്നെ രാജസ്ഥാൻ്റെ മെറ്റീരിയലാണിത്. നമ്മൾ ഫാക്ടറിയിൽ നമ്മൾ കണ്ടായിരുന്നു നമ്മളുടെ കട്ടിങ്ങിൽ നമ്മൾ ബ്ലാക്കിൻ്റെ മെറ്റീരിയൽ ഏകദേശം 185 രൂപ റേറ്റ് വരുന്ന മെറ്റീരിയൽ. ഇത് നമുക്ക് 105 രൂപ റേറ്റ് മാത്രമാണ് നമുക്ക് ഇവിടുത്തെ റേറ്റ് വരുന്നത്. ഫുൾ ബുക്ക് മാച്ച് ആണ്. അതുപോലെ തന്നെ സിംഗിൾ ലോട്ടാണ്. ഇതുണ്ടോ ഇത് നമുക്ക് ഒരു ലോട്ട് വരുന്ന ഇതുപോലാണ്. നമുക്ക് ഈ ലോട്ട് വരുന്ന സമയത്ത് ഉണ്ടോ ഈ പാറ്റേൺസ് എല്ലാം സെയിം ഇതുണ്ടോ കണ്ടിന്യൂവേഷൻ ആണ്. നമുക്ക് വേരിയേഷനോ കാര്യങ്ങളോ ഒന്നുമില്ല. ഒരു സിംഗിൾ ബോക്സ് മെറ്റീരിയലാണ് നമുക്ക് വരുന്നതല്ല. അതുപോലെ തന്നെ ഈ ഒരു മെറ്റീരിയൽ ഇതുണ്ടോ ഈ ഒരു മെറ്റീരിയൽ നമ്മൾ സൈഡ് ഉരുട്ടി മോൾഡ് ചെയ്ത് വെച്ചേക്കുന്നതിൻ്റെയാണിത്. ഇത് സാമ്പിൾ വെച്ചേക്കുന്നത്. ഇത് ശങ്കരവള്ളി ബ്രൗൺ എന്ന് പറയുന്നൊരു മെറ്റീരിയലാണ്. അത്യാവശ്യം ശങ്കരവള്ളി എന്ന് പറയുന്ന മെറ്റീരിയലാണ്. അത്യാവശ്യം ഇതുണ്ടോ 0 എപ്പോക്സിയാണ്. ഇതിൽ നമ്മൾ സൈഡ് ഉരുട്ടിയേക്കുവാണ്. ഇല്ല ഇത് ഫുൾ ഉരുട്ടിയേക്കുന്നുണ്ട്. ഇതുണ്ടോ ഇത് ഉരുട്ടി വെച്ചേക്കുന്നതാണ്. കറക്റ്റാണ്. പക്ഷേ ഈ ഒരു മെറ്റീരിയൽ നമുക്ക് നിലവിൽ നമുക്ക് ഇവിടുത്തെ റേറ്റ് 105 രൂപ 107 രൂപ റേറ്റ് ഉള്ള മെറ്റീരിയലാണ്. പക്ഷേ ഇതിപ്പോൾ ഒരു എന്താ പറയുക, നമുക്കിപ്പോൾ ഇതുണ്ടോ ഇതിൻ്റെ പോളിഷൊക്കെ ഉണ്ടോ കണ്ണാടി പോലാണ് ഇതിൻ്റെ പോളിഷൊക്കെ ഇരിക്കുന്നത്. ഇത് നമുക്കിപ്പം വെറും 75 രൂപ റേറ്റിൽ നമുക്ക് ഇവിടെ കൊടുക്കാൻ പറ്റും. വെറും 75 രൂപ. 105 രൂപ റേറ്റ് വരുന്ന മെറ്റീരിയൽ 75 രൂപ. ഈ 75 രൂപ വരുന്നതിന് ഒരു ബുദ്ധിമുട്ടുണ്ട്, ഒരു പ്രശ്നമുണ്ട്. ഇതിൻ്റെ അകത്ത് ചെറിയ ഇതുണ്ടോ പിൻ ഹോൾസ് ഉണ്ട്. നമുക്ക് അവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ സൈഡിൽ നിന്ന് നിങ്ങൾ നോക്കിയാൽ ചിലപ്പോൾ കാണാൻ പറ്റുമായിരിക്കും. വീഡിയോയിൽ അറിയത്തില്ല. നമുക്ക് നേരിട്ട് വരുമ്പോൾ കാണുന്നവർക്ക് നമുക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റും. അവിടെ നിന്ന് നോക്കിക്കേ. ഈ ഒരു പോർഷനിൽ നമുക്ക് പിൻ ഹോൾസ് ഉണ്ട്. അതുകൊണ്ട് ഇവിടെ അപ്പോൾ ഇതിൻ്റെ അകത്ത് പിൻ ഹോൾസ് വരുന്നുണ്ട്. അതാണ്ട് ഇവിടെ ഉണ്ട്. ഇങ്ങോട്ട് പോലെ ഇത് കണ്ടോ, ഇത് കാണാൻ പറ്റുന്നുണ്ടോ? മണ്ടയിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ കണ്ണാടി പോലെ ഇരിക്കുന്നതുകൊണ്ട് ഇതുണ്ടോ അത്രയും കണ്ണാടി ഫിനിഷ് ആയതുകൊണ്ട് ലൈനർ പോളിഷ് ആയതുകൊണ്ട് നമുക്ക് അറിയില്ല. ഇത് ഈ സ്റ്റോണിൽ വരുന്ന ഈ ഒരു ബ്ലോക്കിൽ വരുന്ന പ്രശ്നമാണ്. അല്ലാതെ വരുന്ന പ്രശ്നമല്ല. നമുക്ക് ഈ ബ്ലോക്കിൽ വരുന്നതാണ്. നമുക്ക് ഓരോ ബ്ലോക്ക് വരുമ്പോൾ പൊട്ടിപ്പോകത്തില്ല.
ഇതിന് മുകളിലേക്ക് വേറെ കംപ്ലൈന്റോ കാര്യങ്ങളോ ഒന്നുമില്ല. അതെ, തമിഴ്നാടിന്റെ മെറ്റീരിയലാണ്. 55 രൂപ സ്ക്വയർ ഫീറ്റിന്, വെറും 55 രൂപ. 55 രൂപ, 58 രൂപ, 60, 65 പല മെറ്റീരിയൽ നമുക്ക് ഇരിപ്പുണ്ട് സ്റ്റോക്ക് ഞാൻ കാണിച്ചു തരാം. ഇതുപോലുള്ള പാച്ചുകൾ വരും, കംപ്ലൈന്റ് വരും. ഇത് നമ്മൾ പലയിടത്തും കാണുന്നല്ലേ? അതെ, ഇത് ഓപ്പോസിറ്റ് ഇപ്പൊ ഇരിപ്പുണ്ട്. ഇത് ലൈനർ പോളിഷ്ഡ് മെറ്റീരിയൽ ആണ്. ഇത് ഫുൾ ഡാർക്ക് അല്ലേ, അപ്പൊ ഇത് കണ്ണാടി പോലെ ഇരിക്കും. നിങ്ങൾക്ക് കാണുമ്പോൾ അതിന്റെ അകത്ത് അറിയാൻ പറ്റും. കണ്ട് ഈ ഒരു മെറ്റീരിയൽ നോക്കിക്കേ, ഇത് 55 രൂപ 57 രൂപയുടെ മെറ്റീരിയലിന് ആ ഒരു ക്വാളിറ്റിയേ ഉള്ളൂ, ആ ഒരു പോളിഷേ ഉള്ളൂ. ഈ ഒരു കുറച്ചൊരു ഡൾ ഒരു ലുക്ക് ആയിരിക്കും വരുന്നത്. ഇത് വരുമ്പോഴത്തേക്കിനും അങ്ങനല്ല. അതുപോലെ തന്നെ ഇനിയും കുറഞ്ഞ മെറ്റീരിയലാണ് വേണ്ട ഈ ഇരിക്കുന്നത്. 58 രൂപയുടെ മെറ്റീരിയലാണ്, ഒരൊറ്റ സിംഗിൾ ലോട്ട് മെറ്റീരിയലാണ്. 58 രൂപ സ്ക്വയർ ഫീറ്റിന്, 58 രൂപ റേറ്റ് മാത്രമേ നമുക്ക് സ്ക്വയർ ഫീറ്റിൽ വരുന്നുള്ളൂ. ഇതും തമിഴ്നാടിന്റെ മെറ്റീരിയലാണ്. ഇതൊന്നും നമ്മൾ സജസ്റ്റ് ചെയ്യുന്ന മെറ്റീരിയൽ അല്ല. തമിഴ്നാടിന്റെ മെറ്റീരിയൽ ഒരിക്കലും ഞാൻ സജസ്റ്റ് ചെയ്യത്തില്ല. ഇതാണ്, ഇത് രാജസ്ഥാന്റെ മെറ്റീരിയലാണ്. ലോ ബഡ്ജറ്റ് ചോദിക്കുന്നവർക്ക് ഇത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. പക്ഷേ ഗ്രാനൈറ്റ് വീട്ടിൽ വിരിച്ചു എന്നുള്ളൊരു ഇത് മാത്രമേ ഉള്ളൂ. ഇതിന്റെ ഒരു പ്രശ്നം എന്താ? ഇതിൽ പൊള്ളി ഇളകി വരും, പൊരിഞ്ഞിളകി വരും. മീനിന്റെ ചെതുമ്പൽ പോലെ ഈ ഒരു മെറ്റീരിയൽ പൊരിഞ്ഞിളകി വരും. ഒരുപാട് വീടുകളിൽ പൊരിഞ്ഞിളകി വന്നിട്ടുണ്ട്. നമ്മൾ അതിന്റെ ഫോട്ടോസ് തരാം. ഇതിന്റെ ഫോട്ടോസ് നമുക്ക് ലോ കോസ്റ്റ് മെറ്റീരിയൽ വേറെ ഇല്ല. നമ്മള് ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന മെറ്റീരിയൽ എല്ലാം ഏത് നോക്കിയാലും നമുക്ക് അത്യാവശ്യം ഫുൾ ബോക്സ് ടു ബോക്സ് നല്ല വൃത്തിയുള്ള മെറ്റീരിയലാണ്. അപ്പൊ നമുക്ക് ആ റേറ്റ് കിട്ടിയാലേ നമുക്കത് കൊടുക്കാൻ പറ്റുള്ളൂ. നമ്മുടെ അടുത്ത് വന്നിട്ട് ഈ ഒരു മെറ്റീരിയൽ തിരിഞ്ഞ് നോക്കിക്കഴിഞ്ഞാൽ ഇതുണ്ടോ, രാജസ്ഥാന്റെ ബുക്ക് മാച്ചിന്റെ മെറ്റീരിയലാണ്. നമുക്ക് സ്ക്വയർ ഫീറ്റിൽ 125 രൂപയ്ക്ക് ഡെലിവറി പോയ മെറ്റീരിയലാണിത്. അപ്പൊ ഈ ഒരു മെറ്റീരിയൽ നമ്മുടെ അടുത്ത് 55-60 രൂപയ്ക്ക് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കിത് കൊടുക്കാൻ പറ്റില്ല. സോ നമ്മളിത് ഓപ്പോസിറ്റ് നമ്മളിത് വെച്ചിട്ടുണ്ട്, നമുക്ക് സ്റ്റോക്കിന് വേണ്ടി നമ്മളിത് വെച്ചിട്ടുണ്ട്. ഇതും തമിഴ്നാടിന്റെ തന്നെ മെറ്റീരിയലാണ്. ഇത് കുറച്ച് ഒരു ബെറ്റർ ആയിട്ടുള്ളൊരു മെറ്റീരിയലാണ്. വൈറ്റ് സിമെന്റിൽ പ്രൈമർ അടിച്ചൊക്കെ ചെയ്യുവാണെങ്കിൽ അത്യാവശ്യം ഒരു ലൈറ്റ് ഷെയ്ഡ് മെറ്റീരിയൽ, ഒരു 65 രൂപ സ്ക്വയർ ഫീറ്റിൽ വരുന്ന മെറ്റീരിയലാണിത്. ഇത് ഒരു 62 രൂപ. പുള്ളി ഇളകുന്നത് ഇത് കുറച്ച് ചുരുക്കമാണ്. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഹാർഡ് മെറ്റീരിയലാണ്. ആന്ധ്രയുടെ ബോർഡറാണ് ഈ ഒരു മെറ്റീരിയൽ. പക്ഷേ ഇതൊക്കെ എക്സാക്ട്ലി തമിഴ്നാടിൻ്റെ തന്നെ മെറ്റീരിയലാണ്. കൃഷ്ണഗിരിയുടെ മെറ്റീരിയലാണ്. 60 രൂപ 62 രൂപ റേറ്റ് മാത്രമേ ഈ ഒരു മെറ്റീരിയലൊക്കെ വരുന്നുള്ളൂ. കൃഷ്ണഗിരി പാരഡൈസ് ആണ് അതെല്ലാം വരുന്നത്. ഇതെല്ലാം നമ്മൾ സാമ്പിൾ പീസുകൾ ഇവിടെ ചെയ്ത് വെച്ചേക്കുന്നതാണ്. ഇപ്പോൾ ഡൗട്ട് ഉള്ളത് നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം. ഇതൊക്കെ നോർമലി എല്ലാവർക്കും ഡൗട്ട് കാണും. ഇത് ലപ്പോത്രയാണ്, ലപ്പോത്ര സീരീസ് വരുന്നതാണ്. അപ്പോൾ ഇതെല്ലാം നമ്മളിവിടെ ഉരുട്ടി സൈഡ് സെയിം ടു സെയിം ആണെന്ന് നമ്മൾ അറിയിക്കാൻ വേണ്ടിയിട്ട് അത്യാവശ്യം നമ്മുടെ ഇരിക്കുന്ന മോഡലെല്ലാം നമ്മൾ ഉരുട്ടി മോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇവിടെ. ഇത് നമുക്ക് വരുന്നതും രാജസ്ഥാൻ്റെ തന്നെ പി ബ്ലാക്ക് എന്ന് പറഞ്ഞ മെറ്റീരിയലാണ്. ഇത് നമുക്ക് ഏകദേശം 85, 90, 95 പല വേരിയേഷൻ, ഇതിൻ്റെ അകത്ത് പല ക്വാളിറ്റി അവൈലബിൾ ആണ്. ഇതിൻ്റെ ഈ പേൾസ്, ഇതിൻ്റെ ഈ ഒരു ഇതുണ്ട്, ഇതാണ് ഇതിൻ്റെ പേൾ വരുന്നത്. ഈ പേളിനനുസരിച്ചിട്ടാണ് റേറ്റ് വരുന്നത്. ഈ പേൾ വേരിയേഷൻ വന്നാൽ റേറ്റ് കുറയും. പേള് നല്ല പേള് വരുവാണെങ്കിൽ 90 രൂപ വരെ സ്ക്വയർ ഫീറ്റ് നമുക്ക് ഇവിടെ റേറ്റ് വരുന്ന മെറ്റീരിയലാണ് ഈ ഒരു മെറ്റീരിയൽ. ഈ ഒരു മെറ്റീരിയലൊക്കെ നാച്ചുറൽ ആണോ എന്ന് ആൾക്കാർക്ക് ഡൗട്ട് കാണും. ഇതാണ്ടേ, ഇത് ഉരുട്ടി വെച്ചേക്കുന്നതാണ്. ഇതുണ്ടോ, ഇത് മോൾഡ് ചെയ്ത് നമ്മളാണ് സൈഡ് മോൾഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ, ഉരുട്ടി വെച്ചേക്കുന്നതാണ്. അപ്പോൾ ഈ നമ്മൾ ഇതുപോലെ മോൾഡ് ചെയ്യണമെങ്കിൽ ഈ നാച്ചുറൽ എടുക്കണം. ഉരുട്ടുമ്പോൾ കിട്ടണമെങ്കിൽ നാച്ചുറൽ ആയിട്ടുള്ള മെറ്റീരിയൽ എടുക്കണം. ഇപ്പൊ നമ്മൾ നേരത്തെ കാണിച്ചു ഔട്ട്സൈഡിലൊക്കെ യൂസ് ചെയ്യണമെങ്കിൽ കറക്റ്റ് ആയിരിക്കണം, ഫുൾ നാച്ചുറൽ ആയിരിക്കണം. ഇതുപോലെ ഉരുട്ടിയാൽ കിട്ടുന്ന മെറ്റീരിയൽ നമുക്ക് വെയിലത്ത് ഇടാൻ പാടുള്ളൂ, ഇല്ലെങ്കിൽ നമുക്കത് കംപ്ലൈന്റ് വരും. നമ്മൾ നേരത്തെ ബ്ലാക്ക് മാർക്കിന് തറയിൽ വിരിച്ചേക്കുന്ന ബുക്ക് മാച്ച് സീരീസ് ഉണ്ട്. ആ ഒരു മെറ്റീരിയൽ നമ്മൾ ഉരുട്ടി വെച്ചേക്കുന്നതാണ്. ഇത് 2 പീസ് വെച്ചിട്ട് നമ്മൾ ഉരുട്ടിയേക്കുന്നതാണ്. സെയിം ടു സെയിം ടിപ്പ് ടോപ്പ് സെയിം സാധനമാണ് അത് വന്നേക്കുന്നത്. അതുപോലെ നമുക്ക് കുറച്ച് കളികളുണ്ടല്ലേ, ഇതിനകത്ത് കുറച്ച് പരിപാടിയുണ്ട്. അതുപോലെ തന്നെ ഫിഷ് ബ്ലാക്കിന്റെ തന്നെ ഫിഷ് ബ്രൗൺ എന്ന് പറയുന്ന മെറ്റീരിയലാണിത്. ഇത് ഫുള്ളി കളേർഡ് ആണ്. ഈ ഒരു മെറ്റീരിയൽ ഫുള്ളി കളേർഡ് ആണ്. ബ്രൗൺ കളർ, ഈ വൈറ്റ് കളറിൻ്റെ അകത്ത് ബ്രൗൺ കയറ്റിയേക്കുന്നതാണിത്. അറിയാമോ? നമുക്കത് ചിലവർക്ക് കണ്ടറിയാം. ഇത് സൈഡിൽ വെള്ളം ഒഴിച്ചാലും ചിലപ്പോൾ അറിയാൻ പറ്റത്തില്ല. അത്രയും ഹീറ്റ് എപ്പോക്സി ചെയ്തേക്കുവാണ് അത്. ശരിക്കും നമുക്കൊരു എത്ര വെറൈറ്റീസ് കാണും? അത്യാവശ്യം 100ഓളം വെറൈറ്റീസ് നമുക്ക് അവൈലബിൾ ആണ്. ഈ 100 ഗ്രാനൈറ്റിൽ ഒരു 20 ഗ്രാനൈറ്റ് മാത്രമേ ഉള്ളൂ കംപ്ലൈന്റ് വരാത്ത ഗ്രാനൈറ്റ്. ബാക്കി 80% ഗ്രാനൈറ്റിലും കംപ്ലൈന്റ് വരും. അപ്പോൾ അതാണ് നമ്മൾ മാക്സിമം ഹൈലൈറ്റ് ചെയ്ത 20 ഗ്രാനൈറ്റ് ആണ് നമ്മൾ ഹൈലൈറ്റ് ചെയ്യുന്നത്. പക്ഷെ നമുക്ക് ഈ പറയുന്ന 100 മോഡൽ ഉണ്ടെങ്കിൽ അതിൽ 100ൽ 90% നമ്മൾ മെറ്റീരിയൽ സാമ്പിൾ വെച്ചാലേ നമുക്ക് സെയിൽ നടക്കുള്ളൂ. ഇല്ലെങ്കിൽ ബാക്കിയുള്ളവർ പറയും നമ്മുടെ കയ്യിൽ അത് ഇല്ലാത്തത് കൊണ്ടാണ്. പക്ഷെ നമ്മുടെ കയ്യിൽ എല്ലാ മെറ്റീരിയലും ഉണ്ട്. ഇത് അലാസ്ക എന്ന് പറയുന്ന മെറ്റീരിയലാണ്. അലാസ്ക മെറ്റീരിയലിന് 165 രൂപ സ്ക്വയർ ഫീറ്റ് റേറ്റ് വരുന്ന മെറ്റീരിയലാണ്. ഈ ഒരു മെറ്റീരിയൽ 150 രൂപ റേറ്റ് മാത്രമേ ഉള്ളൂ. സ്ക്വയർ ഫീറ്റിന്റെ പുറത്ത് വെറും 150 രൂപ റേറ്റിലാണ് നമ്മളിപ്പോൾ സെയിൽ ചെയ്യുന്നത്, ഈ ഒരു ലോട്ട് മാത്രം. ഇതിന് ഇതുണ്ടോ, ഇത് ഇന്നർ ഫിഷേഴ്സ് ആണ്. ഇതുണ്ടോ, നമ്മൾ നേരത്തെ ഫാക്ടറിയിൽ കണ്ട പോലുള്ള ഫിഷേഴ്സ് ആണ്. പക്ഷെ ഇതെല്ലാം ഫില്ല് ചെയ്തേക്കുവാണ്. ഇതിലൊന്നും തൊട്ട് കഴിഞ്ഞാൽ ക്രാക്ക് അറിയാൻ പറ്റില്ല. പിന്നീട് പൊട്ടൽ വരാൻ സാധ്യത. ഇതിൽ ബാക്കിലെ നെറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ ഇത് പൊട്ടൽ വരും. അതിൽ നമ്മൾ അറാൾഡേറ്റൊക്കെ മിക്സ് ചെയ്തിട്ടാണ് ഇത് വിരിക്കുന്നത് തന്നെ. പിന്നെ ഇത് ലാവ മെറ്റീരിയലാണ്. ലാവ എന്ന് പറയുന്നൊരു ടൈപ്പ് മെറ്റീരിയലാണ്.
ഇത് ഇറ്റാലിയൻ മാർബിളിന്റെ സെയിം ഡിസൈൻ വരുന്ന മെറ്റീരിയലാണ്. ഇത് അത്യാവശ്യം നല്ല കോസ്റ്റ്ലി ആണ്. ഏകദേശം 260 രൂപ സ്ക്വയർ ഫീറ്റ് റേറ്റ് വരുന്ന മെറ്റീരിയലാണ്. കോസ്റ്റ്ലി മെറ്റീരിയലാണ്, പക്ഷേ ഇതിൽ അത്യാവശ്യം നല്ല ഹാർഡ് മെറ്റീരിയലാണ്. ഒരു കംപ്ലൈന്റോ കാര്യങ്ങളോ വരില്ല. ഇതിന്റെ സെയിം ഇറ്റാലിയൻ മാർബിളിന്റെ ഡിസൈൻ വേണമെങ്കിൽ പെർ സ്ക്വയർ ഫീറ്റ് നമ്മൾ ഏകദേശം ഒരു 700-800 രൂപ കൊടുക്കും. ഇത് നമ്മൾ നേരത്തെ കണ്ട തന്നെ അലാസ്കയുടെ തന്നെ മറ്റൊരു ഡിസൈനാണ്. അത് അത്യാവശ്യം കുറച്ച് മൂവ്മെന്റ് ഉള്ള ഒണിക്സ് ഡിസൈനാണ്. ഇതിന്റെ ബാക്കിൽ വെട്ടമൊക്കെ അടിച്ചു കഴിഞ്ഞാൽ കയറി വരുന്ന ടൈപ്പാണ്. ഇത് ഏകദേശം 190 രൂപ നമുക്ക് സ്ക്വയർ ഫീറ്റിന്റെ പുറത്ത് റേറ്റ് വരുന്ന മെറ്റീരിയലാണ്. അത് ഈ ബുക്ക് മാച്ച് സീരീസിൽ തന്നെ ആന്ധ്രയിൽ നിന്ന് വരുന്ന മെറ്റീരിയലാണ്. വിസ്കോൺ ആന്ധ്രയിൽ നിന്ന് വരുന്ന മെറ്റീരിയലാണ് ഈ ഒരു മെറ്റീരിയൽ. നേരത്തെ കണ്ടതിന്റെ അത് ഒരു പാറ വരുമ്പോൾ ഒരു 2500-2800 സ്ക്വയർ ഫീറ്റ് മാത്രമേ വരുള്ളൂ. ഇത് അടുത്ത പാറയാണ്. അടുത്ത പാറയിൽ നിന്ന് വന്നേക്കുന്ന അടുത്ത മോഡലാണ് ഈ വന്നേക്കുന്നത്. 11 അടി ലെങ്ത് പ്ലസ് 3 അടി പ്ലസ് നീളം ഹൈറ്റ് വരുന്ന മെറ്റീരിയലാണ്. ഫുൾ ബുക്ക് മാച്ച് സീരീസ് ആണ് മെറ്റീരിയൽ വരുന്നത്. ഏകദേശം 105 രൂപ പെർ സ്ക്വയർ ഫീറ്റ് നമുക്ക് ഇവിടെ റേറ്റ് വരുന്ന മെറ്റീരിയലാണ്. ഇതും രാജസ്ഥാൻ്റെ തന്നെ മെറ്റീരിയലാണ്. ഇതും അത്യാവശ്യം ഹാർഡ് മെറ്റീരിയലാണ്. ഏകദേശം സ്ക്വയർ ഫീറ്റ് 260 രൂപ റേറ്റ് വരുന്ന മെറ്റീരിയൽ തന്നെയാണ്. ഇതൊക്കെ കുറച്ച് അത്യാവശ്യം ഇറ്റാലിയൻ മാർബിളിന്റെ ഒരു പിങ്കിഷ് ഷെയ്ഡ് വരുന്ന മെറ്റീരിയലാണ്. ഇറ്റാലിയൻ മാർബിൾ നമുക്ക് റേറ്റ് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ഈ ഒരു ടൈപ്പിനെയൊക്കെ വില അറിയാൻ പറ്റും. ഇത് ഏകദേശം 260 രൂപ കോസ്റ്റ് വരും. ഇനി നമ്മുടെ കടയിൽ ഇരിക്കുന്നതിൽ ഏറ്റവും കോസ്റ്റ് ഉള്ള മറ്റൊരു നോർമൽ ഗ്രാനൈറ്റ് ആണ് ഇത്. ഈ ഒരു മോഡൽ മെറ്റീരിയൽ ആണെങ്കിൽ നമുക്ക് ഏകദേശം ഒരു 295 രൂപ നമുക്ക് ഇവിടുത്തെ റേറ്റ് 295 രൂപ ഇവിടുത്തെ റേറ്റ് വരുന്ന മെറ്റീരിയലാണ്. ഇതും അത്യാവശ്യം കണ്ടോ ഫുൾ ബുക്ക് മാച്ച് ആണ്. നിങ്ങൾക്ക് അത് കാണുമ്പോൾ അറിയാം. ഫുൾ A to Z കംപ്ലീറ്റ് ബുക്ക്, ഓരോ അതിൻ്റെ പോയിന്റ് ടു പോയിന്റ് വരെ സെയിം ആയിരിക്കും. അത്യാവശ്യം 20+ തിക്നെസ് വരുന്നുണ്ട്. തിക്നെസ് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ബാക്കിയുള്ളതൊക്കെ 16 mm വരെ തിക്നെസ് ഉള്ള മെറ്റീരിയൽ ആണെങ്കിൽ 20+ തിക്നെസ്സിൽ വരുന്ന മെറ്റീരിയലാണ്. എക്സ്പോർട്ട് ക്വാളിറ്റി മെറ്റീരിയലാണ്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയലാണ് ഇതെല്ലാം. ഇത് നമുക്ക് ഗ്രാനൈറ്റ്, ഇത് G7 പ്രീമിയം ഗ്രേഡ് മെറ്റീരിയലാണ്. ഇത് നമുക്ക് ഇമ്പോർട്ടഡ് ആണ്. ചൈനയിൽ നിന്ന് ഇമ്പോർട്ട് വരുന്ന പ്യുവർ വൈറ്റ് ഗ്രാനൈറ്റ് ആണ്. പക്ഷേ ഇത് ആർട്ടിഫിഷ്യൽ ആണ് മെറ്റീരിയൽ. ഇത് G7 ക്വാളിറ്റിയാണ്. G5, G4 പല വേരിയേഷൻ ഉണ്ട്. അതിൽ G7 ഗ്രേഡ് ആണ് ഇത് വരുന്നത്. ഇത് ഏകദേശം നമുക്ക് ഇവിടുത്തെ റേറ്റ് 395, 400, 405 രൂപ അങ്ങനെ റേറ്റിൽ വ്യത്യാസമുണ്ട്. ഹൈറ്റിൽ അനുസരിച്ച് ചെറിയ വേരിയേഷൻ വരുന്നുണ്ട്. 400 രൂപ അടുത്ത റേറ്റ് ഇവിടെ വേരിയേഷൻ ഇവിടെ റേറ്റ് ഉണ്ട്. 475 രൂപ അടുത്ത് ബില്ല് സഹിതം നാട്ടിൽ, അല്ലെങ്കിൽ 485 രൂപ റേറ്റ് നമുക്ക് ഓരോ വട്ടം വരുമ്പോൾ വ്യത്യാസം വരും. ആ ഒരു റേറ്റിൽ നാട്ടിൽ ഡെലിവറി വരുന്ന മെറ്റീരിയലാണ്. പക്ഷേ ഇത് നാച്ചുറൽ ഫുൾ ഗ്രാനൈറ്റ് എന്ന് പറയാൻ പറ്റില്ല. ആർട്ടിഫിഷ്യലാണ് മെറ്റീരിയൽ, ആർട്ടിഫിഷ്യലാണ്. പക്ഷെ കംപ്ലൈൻറ്റോ കാര്യങ്ങളോ എണ്ണയോ കാര്യങ്ങളോ മറ്റേ ഈ മഞ്ഞ കളറോ കാര്യങ്ങളോ ഒന്നും പിടിക്കുന്നതല്ല. ചീഡ വൈറ്റ്, ചൈന വൈറ്റ് എന്നൊക്കെ പറയുന്ന മെറ്റീരിയലാണ്. 145 രൂപയാണ് സ്ക്വയർ ഫീറ്റ് മേൽ ഈ ഒരു മെറ്റീരിയൽ റേറ്റ് വരുന്നത്. ഇനി കോണ്ടാക്കട്ട് എന്ന് പറയുന്ന റെഡിഷിൽ ഫുൾ നാച്ചുറലായിട്ട് വരുന്നൊരു മെറ്റീരിയലാണിത്. ഫുൾ നാച്ചുറലാണ്, നല്ല അടിപൊളി കല്ലാണ്. പക്ഷേ 7 അടി മാത്രമേ നമുക്ക് നീളമുള്ളൂ. ഈ കല്ലിന് 3.5 അടി ഹൈറ്റ് വരുന്നുണ്ട്. ഏകദേശം 108 രൂപ 110 രൂപ ഇവിടുത്തെ റേറ്റ് നമുക്ക് വരുന്നുണ്ട്. ഇനി കുറച്ച് നമുക്ക് ലെപ്പോത്രയും കൂടെ കാണാം. കുറേ നമുക്ക് ലെപ്പോത്ര സീരീസ് ഒരുപാട് നമുക്ക് അവൈലബിൾ ആണ്. ബ്ലൂ കളർ ലെപ്പോത്ര, ഈ ബ്ലൂ കളർ ലെപ്പോത്ര 95 രൂപ റേറ്റാണ് സ്ക്വയർ ഫീറ്റ് നമുക്ക് ഈ ഒരു ലെപ്പോത്രയ്ക്ക് വരുന്നത്. സ്റ്റീൽ ഗ്രേ ലെപ്പോത്രയാണ്. 95 രൂപ മുതൽ 105 രൂപ റേറ്റ് വരെയാണ് നമുക്ക് ഇവിടെ റേറ്റ് വരുന്നത്. കോഫി ബ്രൗണിൻ്റെ ലെപ്പോത്രയാണ് 105 രൂപ റേറ്റ് വരുന്നുണ്ട്. ഈ ഒരു മെറ്റീരിയൽ ബ്രൗൺ കളറാണ്, ഫുള്ളി നാച്ചുറൽ മെറ്റീരിയലാണ്. ലെപ്പോത്ര നമുക്ക് ഏത് മെറ്റീരിയലിൽ ലെപ്പോത്ര ചെയ്യാൻ പറ്റും. നമ്മളിത് ഗ്യാസും വെള്ളം ഉപയോഗിച്ച് പൊള്ളിച്ച് കളഞ്ഞതിന് ശേഷം, ഫ്ലെയിം ചെയ്തതിന് ശേഷം ഇതിനെ പോളിഷ് ചെയ്ത് ലെപ്പോത്ര ആക്കുന്നതാണ്. നമ്മളിത് ആക്കുന്നതാണ്. ഓക്കെ, ഇത് റെഡിഷിൽ വരുന്ന മെറ്റീരിയലാണ്. അല്ല, ഇത് നമ്മൾ ചെയ്യുന്നതാണ്. നമ്മളിത് ചെയ്തെടുക്കുന്നതാണ്. ഇത് ടാൻ ബ്രൗണിന്റെ ലെപ്പോത്രയാണ്. 95 രൂപയാണ് സ്ക്വയർ ഫീറ്റ് നമുക്ക് ഇവിടെ റേറ്റ് വരുന്നത്. ഈ ഒരു മെറ്റീരിയൽ ചെറുതായിട്ട് കളർ ആഡഡ് ആണ്. ബ്ലാക്കിൽ രാജസ്ഥാൻ്റെ തന്നെ മെറ്റീരിയലാണ് ഈ ഒരു മെറ്റീരിയൽ വരുന്നത്. അത്യാവശ്യം നല്ല മൊമെന്റ് വരുന്ന, അത്യാവശ്യം നല്ല രീതിയിൽ പോകുന്ന മെറ്റീരിയലാണ്. 105 രൂപയാണ് സ്ക്വയർ ഫീറ്റിൽ നമുക്ക് റേറ്റ് വരുന്നത്. മജസ്റ്റിക് ബ്ലാക്ക് ലെപ്പോത്രയാണ്. ലൈറ്റ് ഷെയ്ഡിൽ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് ലെപ്പോത്രകൾ. അതിൽ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരു മെറ്റീരിയലാണിത്. ഏകദേശം നമുക്ക് സ്ക്വയർ ഫീറ്റിന്റെ പുറത്ത് 135 രൂപ മാത്രം റേറ്റ് വരുന്ന മെറ്റീരിയലാണ്. ഫുൾ നാച്ചുറൽ മെറ്റീരിയലാണ്. ഒരു രീതിയിലുള്ള സ്റ്റെയിനോ കാര്യങ്ങളോ കറയോ ഒന്നും പിടിക്കാത്ത നല്ല ഹാർഡ് മെറ്റീരിയലാണ് ഈ ഒരു മെറ്റീരിയൽ വരുന്നത്. ഇതെല്ലാം ലൈറ്റായിട്ട് നമുക്ക് ഒരു ലെപ്പോത്ര സീരീസിൽ വരുന്ന മെറ്റീരിയലാണ്. 95 രൂപ മാത്രമാണ് റേറ്റ് വരുന്നത്. 95 രൂപ ഇവിടുത്തെ റേറ്റ് 95 രൂപയാണ്. നാട്ടിൽ ലെപ്പോത്രയ്ക്കൊക്കെ 160, 170, 180 രൂപ റേറ്റ് വരുമ്പോൾ നമുക്ക് ട്രാൻസ്പോർട്ടേഷൻ ഉൾപ്പെടെ ഒരു 120 രൂപയ്ക്ക് ഉള്ളിൽ 115 രൂപ റേറ്റിലൊക്കെ കൊടുക്കാൻ പറ്റിയ മോഡലാണ്. അതുപോലെ തന്നെ ബ്ലൂ, ഹണി ബ്ലൂ എന്ന് പറയുന്ന മെറ്റീരിയലിൽ നേരത്തെ മാർക്കറ്റിൽ ഒരുപാട് കിട്ടിക്കൊണ്ടിരുന്ന മെറ്റീരിയലാണ്. ഫുൾ നാച്ചുറൽ ബ്ലൂ ആണിത്.
നമുക്കിപ്പോൾ ഇത് ലിമിറ്റഡ് ആയിട്ടുള്ള മെറ്റീരിയലാണ് ഇപ്പോൾ വരുന്നത്. ഇപ്പോൾ മെറ്റീരിയൽ വരുന്നില്ല, കോറി ബന്ധായ ആയതുകൊണ്ട് ഏകദേശം നമുക്ക് 90 രൂപ ഇപ്പോൾ റേറ്റ് വരുന്നുണ്ട്. 75 രൂപയ്ക്ക് കിട്ടിക്കൊണ്ടിരുന്ന മെറ്റീരിയലാണ്. ഇപ്പോൾ മെറ്റീരിയൽ ഇല്ല. മെറ്റീരിയൽ ഇല്ലാത്തതുകൊണ്ട് മെറ്റീരിയലിന് കുറച്ച് കോസ്റ്റ് കൂടിയിട്ടുണ്ട്. പറയാം അപ്പോൾ 1000 സ്ക്വയർ ഫീറ്റിന് അത് കൂടുതൽ ഈ 26 വെച്ച് ലേബർ ചാർജ് ചാർജ് 1000 സ്ക്വയർ ഫീറ്റ് 26,000 അല്ലേ വരത്തുള്ളത്. അതായത് അത് ഞാൻ കറക്റ്റ് ആയിട്ട് ഞാൻ പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവത്തില്ല. ഒരു വീടിന് സൈഡ് സ്കേർട്ടിങ്, സ്റ്റെപ്പ്, സ്റ്റെയർ, കിച്ചൺ സ്ലാബ് ഇതെല്ലാം വരും. അപ്പൊ ഇതെല്ലാം ഇടുമ്പോൾ ഇതെല്ലാം 26 രൂപയ്ക്ക് ഇടാൻ പറ്റില്ല. വിരിക്കുന്നതെല്ലാം നമുക്ക് 26 രൂപയ്ക്ക് വിരിക്കാമെങ്കിലും നമുക്ക് ഇതിന്റെ സൈഡ് ഒട്ടിക്കുന്നതും സ്കേർട്ടിങ്, ഇതിന്റെ കിച്ചൺ സ്ലാബ്, സ്റ്റെപ്പ്, സ്റ്റെയർ എല്ലാം ഉരുട്ടുന്നതിന് സെപ്പറേറ്റ് ചാർജ് ഉണ്ട്. 40 രൂപ റണ്ണിങ് ഫീറ്റ് ആണ് ഉരുട്ട് വരുന്നത്. ഈ ഗ്രാനൈറ്റിനെ ഉരുട്ടുന്നതിന് റേറ്റ് വരുന്നത്. അത് കറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ഞാനത് പേപ്പറിൽ എഴുതി തന്നെ വരച്ച് ഒരു 100 സ്ക്വയർ ഫീറ്റിന് എത്ര രൂപ ചാർജ് വരുമെന്ന് നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് ഞാൻ പറഞ്ഞു തരാം. ഈ പറയുന്ന നിങ്ങൾക്ക് 25 രൂപയ്ക്കോ 27 രൂപയ്ക്കോ 30 രൂപയ്ക്കോ വിരിച്ചു തരാം. അതായത് ഒരു ഗ്രാനൈറ്റ് പറയുകയാണ് ഞങ്ങൾ 100 രൂപയ്ക്ക് ഇത് സൈറ്റിൽ കൊണ്ടുവന്ന് വിരിച്ചു തരാമെന്ന് പറയുന്നവരുടെ അടുത്ത് 25 രൂപ അല്ലെ 26 രൂപ മാത്രം മതി സ്ക്വയർ ഫീറ്റ് റേറ്റിൽ നമ്മൾ വിരിച്ചു തരാം എന്ന് പറയുന്നവരുടെ അടുത്ത് ചോദിക്കുക. ഇതിന്റെ സൈഡ് ഉരുട്ടുന്നതിനും മറ്റു കാര്യങ്ങളെല്ലാം നിങ്ങൾ ഈ റേറ്റിൽ ചെയ്ത് തരുമെങ്കിൽ നിങ്ങൾക്ക് കൺഫേം ആയിട്ട് നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും വർക്ക് കൊടുക്കാം. നിങ്ങൾക്ക് അതിനെ എക്സ്പ്ലെയിൻ ചെയ്ത് വൃത്തിയായിട്ട് കറക്റ്റ് ആയിട്ട് ഞാൻ ഒരു പിക്ചർ ഞാൻ കറക്റ്റ് ആയിട്ട് തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ കാണിച്ചത്. അതായത് ഇതൊരു റൂമാണെന്ന് വെച്ചോളുക. ഇതൊരു റൂമാണ്, 10x10 റൂമാണ്. ഇത് 100 സ്ക്വയർ ഫീറ്റ് ഉണ്ട്. 10x 10 റൂം ആകുമ്പോൾ 100 സ്ക്വയർ ഫീറ്റ് വരും. അപ്പൊ ഈ 100 സ്ക്വയർ ഫീറ്റ് 10x10 ഇത് 100 സ്ക്വയർ ഫീറ്റ് വിരിക്കാൻ വേണ്ടിയിട്ട് വരും. ഇതിന് സൈഡ് സ്കർട്ടിങ് എന്ന് പറയുന്ന സംഭവമുണ്ട്. അത് സൈഡ് ഒട്ടിക്കുന്നതാണ് സ്കർട്ടിങ് എന്ന് പറയുന്നത്. അത് നമുക്ക് ഇതുപോലെ എല്ലാ സൈഡിലും വരും. നമ്മൾ 4 ഇഞ്ച് 5 ഇഞ്ച് വെച്ച് നമ്മൾ ഇത്രയും സൈഡ് സ്കർട്ടിങ് ഒട്ടിക്കേണ്ടി വരും. അപ്പം ചിലപ്പോൾ ഒരു റൂമോ കാര്യങ്ങളോ വരും, ഒരു 3 അടിക്ക് വാതില്, അത് നമുക്ക് ഒഴിവാക്കാം. എങ്കിലും ഞാനിപ്പോ മൊത്തത്തിൽ തന്നെ പറയുകയാണ്. അപ്പം നമുക്കൊരു 10 അടിക്ക് ഒരു 5 ഇഞ്ച് വരുമ്പോൾ ഒരു 5 സ്ക്വയർ ഫീറ്റ് ഗ്രാനൈറ്റ് വരും. അവിടെ ഒരു 5 സ്ക്വയർ ഫീറ്റ്. ഇത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഇത് അടിക്കണക്കായിട്ടാണ്, ഈ 5 സ്ക്വയർ ഫീറ്റ് ആയിട്ടല്ല, ഇത് 10 അടിയായിട്ടാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പൊ റണ്ണിങ് ഫീറ്റ് ആണ് ഇത്. 10 അടി ഇങ്ങോട്ട്, 10 അടി ഇങ്ങോട്ട്, 10 അടി ഇങ്ങോട്ട്, ഇങ്ങോട്ട് 10. അപ്പൊ മൊത്തത്തിൽ 40 റണ്ണിങ് ഫീറ്റ് നമുക്ക് എന്ത് വരും? സ്കേർട്ടിങ് വരും. സ്കേർട്ടിങ്ങിന്റെ മുകളിൽ നമുക്ക് മോൾഡിങ് വരും. ഈ മോൾഡിങ് വരുമ്പോൾ അതും 40 റണ്ണിങ് ഫീറ്റ് തന്നെ നമുക്ക് വരും. 40 റണ്ണിങ് ഫീറ്റ് തന്നെ വരും. അപ്പൊ 100 സ്ക്വയർ ഫീറ്റ് വീട് 140 സ്ക്വയർ ഫീറ്റ് ഉണ്ട് അളവ് വരുമ്പോൾ. 100 സ്ക്വയർ ഫീറ്റിൽ നമുക്ക് അളന്ന് വരുമ്പോൾ 140 റണ്ണിങ് ഫീറ്റ് വരുന്നുണ്ട്. അതെ, സൈഡും കൂടെ കൂട്ടി വരുമ്പോൾ ആവുന്നുണ്ട്. 100 × 26 നമുക്ക് വിരിക്കാൻ വേണ്ടി 2600 രൂപ മാത്രമാണ് നമുക്ക് വിരിക്കാൻ വേണ്ടി ആവുന്നത്. വെറും 2600 രൂപയാണ് നമുക്കൊരു ഈ പറയുന്ന നമുക്ക് ഒരു 100 സ്ക്വയർ ഫീറ്റ് വിരിക്കാനാവുന്നത്. അതായത് 1000 സ്ക്വയർ ഫീറ്റിലേക്ക് കാൽക്കുലേറ്റ് ചെയ്യുമ്പം 26,000 രൂപയായിരിക്കും നമുക്ക് വിരിക്കാൻ വേണ്ടിയിട്ട് വരുന്ന കോസ്റ്റ്. അതേ സ്ഥലത്ത് നമുക്ക് വേണ്ടേ സ്കർട്ടിങ് 40 അടിയാണ്. 40 × 26 വരുമ്പോൾ 1040. 100 സ്ക്വയർ ഫീറ്റിന് 1040 രൂപ വരും. അപ്പം ഏകദേശം 1000 സ്ക്വയർ ഫീറ്റ് ഒരു വീട് ചെയ്യുമ്പോൾ അത് 10,000 രൂപ, നമുക്ക് 10,400 രൂപ അത് വരും. അതായത് 100 സ്ക്വയർ ഫീറ്റിന് വേണ്ടേ 1040 രൂപ. അതുപോലെ അതിന്റെ തന്നെ മോൾഡിങ് വരുമ്പോൾ 40 × 40 ആണ് റണ്ണിങ് ഫീറ്റ്. 40 രൂപ, 1600 രൂപ നമുക്ക് റണ്ണിങ് ഫീറ്റ് വരുന്നുണ്ട്. അപ്പം അത് നമ്മൾ 1000 സ്ക്വയർ ഫീറ്റിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ 16,000 രൂപ അത് വരും. അപ്പൊ ടോട്ടലി ഇതാണ്ടേ 5240 രൂപയാണ് നമുക്ക് ഈ ഒരു 100 സ്ക്വയർ ഫീറ്റ് വിരിക്കാനും വിരിച്ച് ഒരു റൂം ഫിനിഷ് ചെയ്യാൻ വേണ്ടി സൈഡ് ഒട്ടിച്ച് അത് ഉരുട്ടാൻ വേണ്ടി ആകുന്നത്. 1000 വരുമ്പം ഏകദേശം 52,400 രൂപ നമുക്ക് അതിന്റെ കോസ്റ്റ് വരുന്നുണ്ട്. അതായത് ഇത് ഒരു 1000 സ്ക്വയർ ഫീറ്റിലേക്ക് നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ ഏകദേശം 52 രൂപ കോസ്റ്റ് വരുന്നുണ്ട്. പെർ സ്ക്വയർ ഫീറ്റ് 52 to 55, 50 നമ്മൾ റൗണ്ട് ഓഫ് ആക്കിയാണ് 50 അപ്രോക്സിമേറ്റ് പറയുന്നത്. ഇതിന് മെറ്റീരിയൽ കോസ്റ്റ് നമുക്കൊരു 75 രൂപ കാൽക്കുലേറ്റ് ചെയ്തോളൂ. നല്ലൊരു മെറ്റീരിയലിന്റെ ഇവിടുത്തെ കോസ്റ്റ് ആണ് 75 രൂപ. 2 രൂപ ലോഡിംഗ് കോസ്റ്റ് വരുന്നുണ്ട്. ലോഡിംഗ് നമ്മുടെ ഇവിടുന്നുള്ള ലോഡിംഗ്, ഇവിടുന്നുള്ള അൺലോഡിംഗ് അല്ല, ലോഡിംഗ് 2 രൂപ പെർ സ്ക്വയർ ഫീറ്റ് വരുന്നുണ്ട്. നമുക്ക് ട്രാൻസ്പോർട്ടേഷൻ വരുന്നുണ്ട് 20 രൂപ. അത് നമുക്കിപ്പം ഓരോ ജില്ലകൾ അനുസരിച്ചിട്ട് കുറയും. 5 രൂപ വരെ കുറയും. പാലക്കാട് എത്തുമ്പോൾ കുറവാണ്. ഓക്കെ, 20 രൂപ ട്രിവാൻഡ്രത്തെ റേറ്റ് ആണ്. ട്രിവാൻഡ്രം കൊല്ലമൊക്കെ വരുമ്പോഴത്തേക്കും റേറ്റ് ഉണ്ട്. ഓക്കെ, അപ്പൊ അതിട്ടാണ് റേറ്റ് കൂട്ടുന്നത്. അപ്പം നോക്കുക. അപ്പം ഇതാണ് മെറ്റീരിയൽ കോസ്റ്റ് വരുന്നത്. 75 2 77, 77 10 87, 87 10 97 രൂപ നമുക്ക് എത്ര വന്ന് കോസ്റ്റ് വന്നു? മെറ്റീരിയൽ കോസ്റ്റ് ഒരു
നല്ലൊരു മെറ്റീരിയലിന്റെ അപ്രോക്സിമേറ്റ് കോസ്റ്റ് 97 രൂപ വന്ന്. ഈ 97 രൂപ മെറ്റീരിയൽ കോസ്റ്റ് പ്ലസ് നമ്മൾ നേരത്തെ ലേബർ നമ്മളിവിടെ കൂട്ടി വെച്ചിട്ടുണ്ട്. നമ്മളിവിടെ ലേബർ കൂട്ടി വെച്ചു 52,400 രൂപ. അതായത് 52 രൂപ നമുക്ക് സൈഡ് മോൾഡ് ചെയ്ത്, ഈ മോൾഡിംഗ് ഇല്ലെങ്കിൽ കുറയും കേട്ടോ. മോൾഡിംഗ് ഇല്ലെങ്കിൽ ഒരു 10-16 രൂപ സ്ക്വയർ ഫീറ്റിന്റെ പുറത്ത് കുറഞ്ഞു കിട്ടും. ഏതാ സൈഡ് മോൾഡ് ഇല്ലെങ്കിൽ. അപ്പൊ നിങ്ങൾക്ക് വിരിച്ചാൽ മാത്രം മതി, വിരിച്ച് സൈഡ് ഒട്ടിച്ചാൽ മതി. 26 രൂപ ആകത്തുള്ളൂ. 36,000 രൂപ 1000 സ്ക്വയർ ഫീറ്റിനാകത്തുള്ളൂ. അതേസമയം നമ്മൾ സൈഡ് ഉരുട്ടുകയും കൂടെ ചെയ്യുവാണെങ്കിൽ 50,000 രൂപ കോസ്റ്റ് വരും. അതാണ് വ്യത്യാസം വരുന്നത്. മോൾഡിംഗ് ഇല്ലെങ്കിൽ റേറ്റ് കുറവാണ്. ഓക്കെ, അപ്പൊ നമ്മൾ ഫുള്ളി ഞാൻ ഫിനിഷ് ചെയ്യുന്ന റേറ്റ് ആണ് ഞാൻ പറയുന്നത് 52 രൂപ പോട്ടെ, അല്ലെ 50 രൂപ 52 രൂപ ഇപ്പൊ വന്നേക്കുന്ന കോസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം വരുമ്പോഴത്തേക്കിന് 149 രൂപ റേറ്റ് വന്നു. അതാണ് നമ്മൾ പറഞ്ഞത് 1,50,000 രൂപ നമുക്ക് കോസ്റ്റ് എന്ത് വരും, 1000 സ്ക്വയർ ഫീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കോസ്റ്റ് വരുന്നത്. ഇനി ഞാൻ ഇത് തന്നെ ഒരു 1 ലക്ഷം രൂപയ്ക്ക് ചെയ്യുന്നത് ചോദിച്ചു. 1 ലക്ഷം രൂപയ്ക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു പ്രൊസീജിയർ എല്ലാം സെയിം ആണ്. ഏതാണ് ഈ വർക്കിംഗ് കോസ്റ്റ് നമുക്ക് 50 രൂപ കോസ്റ്റ് എന്തായാലും വരും. ഈ വർക്കിംഗ് കോസ്റ്റ് 50 രൂപ എന്തായാലും വരും. പിന്നെ മെറ്റീരിയൽ 50 രൂപയ്ക്ക് നമുക്ക് നാട്ടിൽ ഡെലിവറി എത്തണം. അപ്പം ട്രാൻസ്പോർട്ടേഷൻ ചാർജ് ഒരു 20 രൂപ പോയാൽ മെറ്റീരിയൽ കോസ്റ്റ് 30 രൂപ. 2 രൂപ ലോഡിങ്ങും പോയാൽ 28 രൂപയ്ക്ക് ഏത് മെറ്റീരിയലാണ് നമുക്ക് കിട്ടുന്നത്? അപ്പൊ പറയുന്നവർ വെറുതെ പലതും പറയും, ഞങ്ങൾ 1 ലക്ഷം രൂപയ്ക്ക് ചെയ്തു തരാം. പക്ഷേ എന്താ പറയാ, നമ്മൾ മെറ്റീരിയൽ ഇറക്കി കഴിയുമ്പോൾ 1 ലക്ഷം രൂപയ്ക്ക് ചെയ്തു തരാൻ പറഞ്ഞാൽ ചെയ്തു തരുമോ? 25,000 രൂപ 1000 സ്ക്വയർ ഫീറ്റ് ഫിനിഷ് ചെയ്ത് തരാൻ പറഞ്ഞാൽ ചെയ്തു തരുമോ? തരത്തില്ല. നമുക്ക് എത്ര രൂപയുള്ള മെറ്റീരിയൽ ഇവിടെ ഉണ്ട്? നമുക്ക് ഗ്രാനൈറ്റിനെ സംബന്ധിച്ച് നമുക്ക് 40-45 രൂപ മുതൽ മെറ്റീരിയൽ അവൈലബിൾ ആണ്. ഗ്രാനൈറ്റ് അവൈലബിൾ ആണ്. ക്വാളിറ്റി ആണ് നോക്കുന്നതെങ്കിൽ നമുക്കൊരു 65 രൂപയ്ക്ക് മുകളിലേക്ക് ഒരു 70-75 രൂപ റേറ്റ് തൊട്ട് നമുക്ക് ഏകദേശം ഒരു 280 രൂപ റേറ്റ്, മുകളിൽ 400 രൂപ വരെയുള്ള റേറ്റിലുള്ള മെറ്റീരിയൽ വരെ നമുക്ക് സ്റ്റോക്ക് അവൈലബിൾ ആണ്. അത്യാവശ്യം ഒരു മാന്യമായിട്ടുള്ളൊരു മെറ്റീരിയൽ ആണെങ്കിൽ ഒരു 75-നും ഒരു 100-നും ഇടയ്ക്ക്, അല്ലെങ്കിൽ 110-നും ഇടയ്ക്ക് നല്ല മെറ്റീരിയൽ. കേരളത്തിലെ കമ്പയർ ചെയ്യുമ്പോൾ സ്ക്വയർ ഫീറ്റിൽ ഒരു 40-60 രൂപയുടെ വരെ വേരിയേഷൻസ് വരും. അത് അവിടുത്തെ എക്സ്പെൻസ് വെച്ചിട്ടാണ് ഇത് വരുന്നത്, റേറ്റിൽ വരുന്നത്. നമ്മൾ ഡയറക്റ്റ് കൊടുക്കുന്നതുകൊണ്ട് നമുക്ക് അത്രയും എക്സ്പെൻസ് കുറച്ച് കൊടുക്കാം. നമുക്കൊരു 100 കൂടുതൽ മോഡൽസ് ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ? ഒരുപാടുണ്ട്. 100-ൽ കൂടുതൽ മോഡൽസ് നമുക്ക് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഡയറക്റ്റ് വരാൻ പറ്റാത്തവർക്ക് പോലും നമ്മൾ എന്താ ചെയ്യുക, നിങ്ങൾ വാട്സാപ്പിൽ ഒരു വോയിസ് മെസ്സേജ്, എല്ലാവർക്കും വിളിച്ചു കഴിഞ്ഞാൽ കിട്ടണമെന്നില്ല, വാട്സാപ്പിൽ വോയിസ് മെസ്സേജ് അയക്കുക. വോയിസ് മെസ്സേജ് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ മാക്സിമം നമ്മൾ അതിന് റിപ്ലൈ കൊടുക്കും. നമ്മളത് കേട്ടിട്ട് നമ്മൾ ഫോട്ടോസ്, നിങ്ങൾക്ക് ഏത് മോഡൽ, നിങ്ങൾക്ക് ലൈറ്റ് കളർ, ഡാർക്ക് കളറാണോ, ഏത് ബഡ്ജറ്റാണ്, നിങ്ങളുടെ വീട് എവിടെയാണ്, എത്ര സ്ക്വയർ ഫീറ്റ് ആണ് വേണ്ടത്, ഇതെല്ലാം നിങ്ങൾക്ക് ഒരു വാട്സാപ്പിൽ ഒരു വോയിസ് ആക്കി ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ അതാത് ആൾക്കാർക്ക് നിങ്ങൾക്ക് വേണ്ട മെറ്റീരിയലിൻ്റെ ഫോട്ടോയും ഡീറ്റെയിലും നമ്മൾ തരും.